എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? സീരിയൽ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വിനോദ് മയൂരെ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം മയൂര് ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല. പിന്നീട് മയൂര് പറയുന്നു, എന്നെ ഒന്നും ചെയ്യല്ലേ, ഇങ്ങനെ കൈലാസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ രചന നമ്മുടെ ജഡ്ജിയെ കാണാൻ പോകുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനെ ജഡ്ജിയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. എനിക്ക് എൻ്റെ മോളെ തിരിച്ചു വേണം. ഇപ്പോൾ ഈ ശ്രുതിയും മഹേഷ് വേറെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞിനെ എനിക്ക് തരണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അവളുടെ അവസ്ഥ മേഡത്തിന് അറിയാമല്ലോ, മേഡം ചെന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജഡ്ജി പറയുന്നത് ശരി, ഞാൻ പോയി അന്വേഷിക്കാം എന്ന് പറയുന്നത്. അങ്ങനെ ജഡ്ജി നമ്മുടെ മഹേഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മഹേഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്വപ്നവല്ലി മഞ്ജുമി അവിടെ ഉണ്ട്. അപ്പോൾ അവർ ഇറങ്ങി വന്ന് കയറി വരികയാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇഷിതയും മഹേഷും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവർ വേറെ വീട്ടിലെല്ലാം താമസിക്കുന്നതൊക്കെ ചോദിക്കുന്നു. അപ്പോൾ സ്വപ്നവല്ലി അതേന്ന് പറയുന്നു. പക്ഷേ ഇഷിതയ്ക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ പറയുന്നു, കുഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തോടു കൂടിയല്ലേ ജീവിക്കേണ്ടത്. ഇപ്പോൾ കുഞ്ഞ് ഭയങ്കര ദുഃഖത്തിലാണല്ലോ. നിങ്ങളുടെ താഴെയുള്ള ഫ്ലാറ്റിലെ ആൾക്കാരൊക്കെ പറഞ്ഞല്ലോ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, അയ്യോ കുഞ്ഞിനെ അവൾക്ക് കൊടുക്കാനാണ്. അപ്പം ജഡ്ജി പറയുന്നു, അതെ കുഞ്ഞിൻ്റെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ ജഡ്ജി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്ന രചന ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആകാശ് കയറി വരുന്നു. അപ്പോൾ ആകാശ് ചോദിക്കുന്നത് എന്തായെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത് സക്സസ് ആയി, മോളെ എനിക്ക് തന്നെ കിട്ടും എന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആദ്യം അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ആദിക്ക് ഇഷിതയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത്, അമ്മ എന്തിനാ എപ്പോഴും പിന്നെ ഡോക്ടറെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നത്, ഈ കുറ്റം പറയുന്നവരാണ് മോശക്കാരെന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ രചന തല്ലാൻ വേണ്ടി കൈ ഓങ്ങുകയാണ്. അപ്പോൾ ആകാശ കൈ പിടിച്ച് മാറ്റുകയാണ്. സാരമില്ല പോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം പറയുന്നു, എനിക്ക് ആ ഡോക്ടറോട് ഒരു ഇഷ്ടം കൂടി കൂടി വരികയാണ്. കാരണം രാത്രിയിൽ എന്നെ വന്ന് മോനെ എന്നൊക്കെ വിളിക്കുന്നത്, അത് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നാറുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആദ്യം അപ്പുറത്ത് പോയി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആകാശ് പറയുകയാണ്, ആക്സിഡൻറ്റിന് ശേഷം അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്, അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു പരിവർത്തനം നടക്കുന്നുണ്ട്. നമ്മൾക്ക് എന്തായാലും ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ നഷ്ടപ്പെടും, അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. ഇത് കേട്ടോടെ രചനയ്ക്ക് വിഷമമാവുന്നു. കാരണം ചിപ്പിയെ കിട്ടുമ്പോഴേക്കും ആദ്യം കൂടെ നഷ്ടപ്പെടും എന്നുള്ള തോന്നലാണ് അവൾക്ക്. അവളെ ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. പിന്നീട് നമ്മുടെ മഹേഷിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്വപ്നവല്ലി മഹേഷിൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ ജഡ്ജി വന്ന കാര്യങ്ങൾ, ചിപ്പിയെ നഷ്ടപ്പെടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ കൈലാസ് പറയുന്നത്, നമുക്ക് ചിപ്പിയാണ് വലുത്, അതുകൊണ്ട് മഹേഷിനെ പോയി ഇഷിതയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നത് അത് പറ്റില്ല, അവളെ ഈ വീടിനകത്തേക്ക് കയറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ മഞ്ജുമി ചോദിക്കുന്നു, കൈലാസേട്ടൻ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത്, അത് നമ്മുടെ ചിപ്പി മോൾക്ക് വേണ്ടിയല്ലേ, അത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ മഹേഷ് ചോദിക്കുന്നു, അപ്പോൾ ആർക്കും ക്ഷമിക്കാനും ഒന്നും പറ്റത്തില്ല അല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ മഞ്ജു പറയുന്നത്, അവൾ കുറ്റക്കാരിയല്ലെന്ന് തെളിയട്ടെ, അപ്പോൾ ഞാൻ അവളുടെ കൂടെ നിൽക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നീട് കാണുന്ന പാർക്കിൽ നമ്മുടെ ജഡ്ജിയും ഭർത്താവും ഇങ്ങനെ മോർണിംഗ് വാക്കിന് വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. ആ സമയത്ത് തന്നെ ചിപ്പിയുടെ കാര്യവും പറയുന്നു. ആ കുട്ടിയുടെ അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ ഭർത്താവ് പറയുന്നു, അവർ തമ്മിൽ സ്വരച്ചേർച്ചയാണെങ്കിൽ എന്തായാലും കുട്ടി അമ്മയുടെ കൂടെയല്ലേ വരളുണ്ട്, നീ എന്തായാലും ആ കുട്ടിയെ അമ്മയ്ക്ക് തന്നെ കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ അവരിയ്ക്കുന്ന സമയത്താണ് അവിടെ ചിപ്പി മോള് ഇഷിതയും മഹേഷും കൂടെ ഓടിച്ചാടി കളിക്കുന്നത് കാണുന്നത്. അപ്പോൾ ചിപ്പി മോളെ എന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ജഡ്ജി ഭർത്താവിനോട് പറയുന്നത്, അതല്ലേ ആ കുട്ടി എന്ന് പറയുന്നു, നിനക്കെന്താ വട്ടായോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത്, ഇത് അവരല്ല, അവരെന്ത് സ്നേഹത്തോടു കൂടിയാണ് കഴിയുന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ മഹേഷ് ആണെങ്കിൽ ചിപ്പി മോൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ കഴിക്കുന്നു, രണ്ടുപേരും ഉമ്മയൊക്കെ വയ്ക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജഡ്ജി മഹേഷിനെ വിളിക്കുകയാണ്. മഹേഷ് ഇഷിത അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നു, മേഡം എൻ്റെ വീട്ടിലിങ്ങനെ കമ്മീഷണറായിട്ട് വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, മോളെ അവർക്ക് വിട്ടുകൊടുക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നത്, എനിക്കൊരു അമ്മയാകാൻ കഴിയില്ലടോ, മേഡത്തിന് അത് അറിയാമല്ലോ, ചിപ്പിയാണ് എൻ്റെ മകള്, മഹേഷിനെ കല്യാണം കഴിച്ചതോടുകൂടി ചിപ്പി എൻ്റെ മകളായി എന്നുള്ള രീതിയിൽ പറയുകയാണ്. അതുകൊണ്ട് ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നുള്ള പറയുന്നത്. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് അപ്പോൾ ചിപ്പി മോളും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ചിപ്പി മോളോട് ജഡ്ജി ചോദിക്കുകയാണ്, മോൾക്ക് ഏത് അമ്മയെ ഇഷ്ടം എന്ന് ചോദിക്കുന്നു, ഏത് മമ്മിയെ ഇഷ്ടം എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത്, ഇത് എൻ്റെ മമ്മിയല്ല, എൻ്റെ അമ്മയാണെന്ന് പറയുന്നു. അങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ
വിനോദ് മയൂരിയുടെ വീട്ടിൽ ചെല്ലുന്നത്, കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ അവിടെ വേറൊരു ഇതുകൊണ്ട് നമ്മുടെ കൈലാസ് അവിടെ റെക്കോർഡർ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല വിനോദ് അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ. ഇത് വന്ന് മഹേഷിൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക എപ്പിസോഡിനായി. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.